കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം വോട്ടെടുപ്പ് ഇന്നലെയായിരുന്നു. പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ പുറത്തുവന്ന കണക്ക് പ്രകാരം 64.4% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2.9% കുറവ് വന്നിരിക്കുന്നു. ഈ പോളിംഗ് ശതമാനം എന്താണ് സൂചിപ്പിക്കുന്നത്? ഓരോ സംസ്ഥാനത്തെയും ശതമാനം നോക്കുകയാണെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആശ്വതി, ഇന്നലെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഇന്നലെയാണ് അവസാനിച്ചത്. അപ്പോൾ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോഴും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവ് ഉണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് രാത്രി 11:40 വോട്ടിംഗ് അവസാനിച്ച ശേഷം രാത്രി 11:40 പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 64.4% വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ ഈ മണ്ഡലങ്ങളിലെ നോക്കുകയാണെങ്കിൽ അത് 66.14 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 2.9% വോട്ടിന്റെ കുറവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും സമാനമായ രീതിയിൽ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. അതായത് ഒന്നാം ഘട്ടത്തിൽ ഏതാണ്ട് 4% മറ്റു കുറവുണ്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിലും സമാനമായ രീതിയിൽ 3% കുറവുണ്ടായിരുന്നു. അതുമായി ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പോളിംഗ് പെർസെൻറ്റേജ് ആണ് ഇത്തവണയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യ മുന്നണിക്കും BJPക്കും ഒരുപോലെ പ്രതീക്ഷയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ വോട്ട് ശതമാനം കുറഞ്ഞിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കാരണം ഗുജറാത്തിലെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ കഴിഞ്ഞ തവണ 64.5% പോളിംഗ് എങ്കിൽ ഇത്തവണ അത് 59% ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് 5%-ലധികം വോട്ടുകളുടെ കുറവ് ഗുജറാത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലും സമാനമായ രീതിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നത് ഇന്ത്യ മുന്നണിക്കും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രതീക്ഷകളൊക്കെ തന്നെ ഈ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോൾ പങ്കുവെക്കുമ്പോൾ പോലും ഈ പോളിംഗ് ശതമാനത്തിലുള്ള കുറവ് അത് എങ്ങനെ ബാധിക്കും എന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് തുടരുന്നുണ്ട്. അശ്വതി. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.